നമസ്കാരം. അശ്വതി നക്ഷത്രക്കാരുടെ ഈ പുതുവർഷത്തിലെ ഫലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പറയുന്നത് പൊതുഫല പ്രകാരമാകുന്നു. അതിനാൽ നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളും അല്പം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഈ വർഷം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പലവിധ കാര്യങ്ങളും സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം പൊതുവെ ശുഭകരമായ ഫലങ്ങൾ, ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പൊതുവെ പറയുവാൻ സാധിക്കുന്നത്, അഥവാ പൊതുഫലത്താൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഗ്രഹനിലയിലെ കേതുവിന്റെ സ്ഥാനം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വർഷാവസാനം, അതായത് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിന്റെ വർഷാവസാനം 7 ശനി ആരംഭിക്കുന്നതിനാൽ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വർഷാവസാനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷമായി ഭവിക്കാം. പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് എതിരായി വന്ന് ചേരുന്നതിന് കാരണമായി തീരാം. എന്നാൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ചെറിയ പ്രയത്നത്താൽ തന്നെ ഈ വർഷത്തിൽ, ഈ മലയാള വർഷം വളരെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലവിധ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാം. തൊഴിൽപരമായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ വന്നു ചേരുക, അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക, വിദേശത്തേക്ക് തൊഴിലിനായി ശ്രമിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ തൊഴിൽപരമായും അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഈ സമയം ജോലിക്കായി ശ്രമങ്ങൾ നടത്തുന്നതും, പ്രത്യേകിച്ച് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ശ്രമങ്ങൾ നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം അധികാരം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല സ്ഥാനമാനങ്ങളും, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ള വർഷം തന്നെയാണ് എന്ന് പരാമർശിക്കാം. കൂടാതെ ഉന്നതമായ അധികാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വളരെ ആഗ്രഹിക്കുന്നതായ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് ഇത്. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ശ്രമങ്ങൾ വിജയത്തിലെത്തും. ആ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. സാലറി അഥവാ ശമ്പളം വർദ്ധിക്കുവാൻ, അല്ലെങ്കിൽ അല്പം കൂടി ശമ്പള വർധനവുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യയിൽ ഉയർച്ച നേടുക, വിദ്യയുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ വന്നു ചേരുക, പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആഗ്രഹിച്ചതായ രീതിയിൽ ഉപരിപഠനം പൂർത്തിയാക്കുവാനോ അല്ലെങ്കിൽ ഉപരിപഠനം നടത്തുവാനോ നിങ്ങൾക്ക് സാധിക്കാം. അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് ഇത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അമ്മയുടെ ആരോഗ്യം തന്നെയാകുന്നു. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യ കാര്യത്തിലും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു വർഷം തന്നെയാണ് ഇത്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക, ശരിയായ സമയത്ത് ചികിത്സ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബ സ്വത്ത് നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരികയോ അല്ലെങ്കിൽ ശ്രമങ്ങളുടെ ഭാഗമായോ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അല്പമുണ്ട്. അല്ലെങ്കിൽ രമ്യതയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും അല്പം കൂടുതലാണ് എന്ന് പറയാം. കലാ മേഖലകളുമായി ബന്ധപ്പെട്ട് കലാകാരന്മാർക്ക്
അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. അവസരങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ കലാമേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ചില തിരിച്ചടികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരാം. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം അംഗീകാരം, പ്രശസ്തി വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കും സാധ്യതകളുണ്ട്. ഒന്നിൽ കൂടുതൽ വരുമാനം ലഭിക്കുക എന്നത് പലരും ആഗ്രഹിക്കുന്നതായ കാര്യം തന്നെയാകുന്നു. അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് ഇത്. ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വർഷം തന്നെയാണ് ഇത്. നിങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്ന് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. വ്യാഴപ്രീതി നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് കുടുംബ ഭദ്രത തന്നെയാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള തർക്കങ്ങൾ, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ, തർക്കങ്ങൾ എന്നിവയുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ, സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുവാൻ സാധിക്കും. ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും. അഥവാ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ബന്ധങ്ങൾ നിലനിർത്തുവാനും അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കുന്നതാണ്. കൂടാതെ കുടുംബത്തിന്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയും അതേപോലെ തന്നെ സഹോദരങ്ങൾ അവരുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ധനപരമായ ചില നേട്ടങ്ങൾ വ്യാഴപ്രീതിയാൽ നിങ്ങൾക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിലേക്ക് ധനം വന്നു ചേരുക, ധനപരമായ ഉയർച്ച, സാമ്പത്തിക ക്ലേശങ്ങൾക്ക് താൽക്കാലികമായ പരിഹാരം എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ സ്ഥിരമായ ജോലി ലഭിക്കാനുള്ള അഥവാ സ്ഥിര ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്ത് പോലും ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാം. മത്സര പരീക്ഷകളിൽ വിജയം നേടാം. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ഒരു വർഷം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ചതി അത് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വരികയും അത് ശരിയായ രീതിയിൽ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ചില തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ തുടക്കത്തിൽ വരുന്ന ഈ തടസ്സങ്ങളിൽ പകച്ചു പോകാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. എന്നാൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില തർക്കങ്ങൾ വന്നു ചേരാം. എന്നാൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നതിലൂടെ ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ വളരെ കാലമായുള്ള ആഗ്രഹങ്ങൾ പൂവണിയുകയോ ചെയ്യാം. എല്ലാം എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. അതിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചിങ്ങം, കന്നി, മകരം, കുംഭം എന്നീ മാസങ്ങൾ നിങ്ങൾക്ക് വളരെ ഗുണകരമായ മാസങ്ങളാകുന്നു. അതിനാൽ തന്നെ കൂടുതൽ ശ്രദ്ധയോടെ പരിശ്രമിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷം,
ഈ മാസങ്ങളിൽ വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ പൊതുഫലത്താൽ നിങ്ങൾക്ക് കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ വാർത്തകൾ, മറ്റ് ശുഭവാർത്തകൾ, ജോലി ലഭിക്കുക, മത്സര പരീക്ഷകൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വിദ്യാർത്ഥികൾക്കും വന്നു ചേരാം. ഇത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന മാസങ്ങൾ തന്നെയാണ് ഇത്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിപ്പിക്കണം എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ഭജിക്കുക. കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. അതേപോലെ തന്നെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലും ഗ്രാമദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സാധിക്കുന്നവർ നിത്യവും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, നിത്യവും ദേവതാ മന്ത്രങ്ങൾ ജപിക്കുക. തീർച്ചയായും ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.